ഹലോ ഓൾ ഡോക്ടർ ആഷിഖാണ് ഡോപ്പേന്നാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ വിവിധ തരങ്ങളായിട്ടുള്ള കോഴ്സുകളുടെ അഡ്മിഷനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ അലൈഡ് കോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യയുടെ സീറ്റ് മെട്രിക്സ് പ്രസിദ്ധീകരിച്ചു. ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിപ്പോൾ കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളൊരു മെഡിക്കൽ ആസ്പിരൻ്റ് ആണ്, അലൈഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോക്കാം. അലൈഡിന്റെ മുഴുവൻ വിശദവിവരങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് അലൈഡ് അലോട്ട്മെന്റ് വന്നപ്പോഴുള്ള ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ MBBSന്റെ സെക്കൻഡ് അലോട്ട്മെന്റും കൂടി കഴിഞ്ഞിട്ട് MBBS തേർഡ് അലോട്ട്മെന്റിനോടൊപ്പമായിരുന്നു നമ്മളുടെ അലൈഡ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡിന് മുന്നേ തന്നെ അലൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, അതായത് നമ്മുടെ ഈ പറയുന്ന കീമിന്റെ നമ്മൾ MBBS സീറ്റ് അവസാനത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ ചെയ്യേണ്ടത്, അതോ നമ്മൾ മറ്റെന്തെങ്കിലും അലൈഡ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യണോ എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പൊതുവായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന അലോട്ട്മെന്റിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആയുർവേദ, BAMS, BSMS സിദ്ധ, BHMS ഹോമിയോപ്പതി, BUMS യുനാനി, BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, അതുപോലെ തന്നെ BSc കോർപ്പറേഷൻ ബാങ്കിങ്, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, BTech ബയോടെക്നോളജി, പിന്നീട് നമ്മുടെ വെറ്റിനറി സയൻസ്, അതുപോലെ തന്നെ BFSc ഫിഷറീസ്, അത് ബാച്ചിലർ ഓഫ് ഫിഷറീസ് എന്ന് പറയുന്ന സാധനങ്ങൾ. ഇത്രയും കോഴ്സുകൾക്കാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 9-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ശനിയാഴ്ച 7-ാം തീയതി വൈകുന്നേരമാണ്. 9-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകുന്നേരം 3 മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഓപ്ഷനുകളെ പറ്റിയിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട്, തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സമയമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ തീരുമാനം എടുക്കണം. ഏത് കോഴ്സിനാണ് നമ്മൾ കൊടുക്കുക, എങ്ങനെയാണ് പോവുക എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ട സമയമായി എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം തിങ്കളാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കോഴ്സിന്റെ പോസിബിലിറ്റീസ് നോക്കണം. പോസിബിലിറ്റീസ് നോക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യം ആയുഷിന്റെ തേർഡ് ഫേസിന്റെ അലോട്ട്മെന്റ് റിസൾട്ടുകളാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു സാധനം നമ്മളുടെ കീം 2023 ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന പേജിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആയുർവേദയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുള്ളത് 14,000 വരെ. ഓക്കെ, എന്താണ് നമ്മളെ പരിയാരം കണ്ണൂർ ആയുർവേദ കോളേജിലാണ് സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ ഓരോ കാറ്റഗറിയിലും EWS 24,000 വരെയും, EZ 17,000 വരെ, MU 18,000 വരെയൊക്കെ ആയുർവേദ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് കോളേജുകളിൽ പോയിട്ടുണ്ട്. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നോക്കുകയാണെങ്കിൽ 39,000 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 40,000 വരെയൊക്കെ ആയുർവേദം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതുവരെയൊക്കെയുള്ള ആളുകൾക്ക് ഇത് പ്രതീക്ഷിക്കാം. ബിഫാം ഇത്തവണ സെപ്പറേറ്റ് അലോട്ട്മെന്റ് ആയിട്ടാണ് നടക്കുന്നുണ്ടാവുക. പിന്നീട് നമുക്ക് അടുത്ത കോഴ്സ് വരാനുള്ളതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ നോക്കാം, സ്റ്റേറ്റ് മെറിറ്റുകാർക്ക് 10,000 അല്ലെങ്കിൽ 11,000 വരെയുള്ള ആളുകൾക്കൊക്കെ സ്റ്റേറ്റ് മെറിറ്റിൽ അഗ്രികൾച്ചർ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അത് EWS 21,000 വരെയാണ് പോയിട്ടുള്ളത്. MU കാറ്റഗറിയിൽ 13,000, 12,500 വരെയൊക്കെ എന്ത് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് വരെയുള്ള ആൾക്ക് അഗ്രികൾച്ചർ പ്രതീക്ഷിക്കാം. BSc ഫിഷറീസ് പോയിട്ടുള്ളത് 19,000, 16,000 വരെയൊക്കെ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെയും, 30,000 EWയിലും MUയിൽ 22,000 വരെയൊക്കെ ഫിഷറീസ് പോയിട്ടുണ്ട്. ആൻഡ് വെറ്റിനറി തേർഡ് അലോട്ട്മെന്റ് പോയിട്ടുള്ളത് 6,700 വരെയൊക്കെയാണ് വെറ്റിനറി പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഈ ഡോക്യുമെന്റ് നിങ്ങൾക്കും അവൈലബിൾ ആണ്, എനിക്ക് അവൈലബിൾ ആണ്. കീം 2023 വെബ്സൈറ്റിലുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ആണ്. ആയുഷ് തേർഡ് ഫേസ് എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു സാധനം കിട്ടുന്നുണ്ടാവും. വളരെ സിമ്പിൾ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് എഴുതാം, CE കേരളയിൽ, ഇത് കീം 2023 വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കീം 2023 വെബ്സൈറ്റ്, അതിന്റെ തേർഡ് ഫേസ് ആയുഷ് എന്നുള്ള ഈ ഒരു ലാസ്റ്റ് റാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു തേർഡ് ഫേസ് ആയുഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. BTech ബയോടെക്നോളജി 17,000 വരെ സ്റ്റേറ്റ് മെറിറ്റ് പോയിട്ടുണ്ട്. BSMS കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത്തവണ കാണിക്കുന്നുണ്ട്. BUMS 36,000 വരെ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ, ഓരോരോ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പൊ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അർജന്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം, തീരുമാനം എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീരുമാനങ്ങൾ എടുക്കുക. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഏത് കോഴ്സ് എടുക്കണം എന്ന് ആലോചിക്കുക. അതിപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷന് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ അലോട്ട്മെന്റ് കൊടുത്തു, എന്നിട്ട് അലോട്ട്മെന്റ് കൊടുത്തിട്ട് നമ്മൾ ആ കോഴ്സിന് പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള ഒരു അലോട്ട്മെന്റിൽ നമ്മളെ പങ്കെടുപ്പിക്കില്ല എന്നുള്ള കാര്യം അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിർബന്ധമായിട്ടും നിങ്ങൾ
നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ ഡിസിഷൻ എടുക്കണം. ഏത് കോഴ്സാണ് വേണ്ടതെന്നുള്ള കാര്യം. നിങ്ങൾക്ക് BAMS ആണോ വേണ്ടത്? അതുപോലെ BHMS ആണോ വേണ്ടത്? അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സുകളാണോ വേണ്ടത്? വെറ്റിനറി ആണോ വേണ്ടത്? അഗ്രികൾച്ചർ ആണോ വേണ്ടത്? നിങ്ങളുടെ പോസിബിലിറ്റീസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തേനോട് സിമിലർ ആയിട്ട് തന്നെ വരത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതിനകത്തൊരു കുറച്ച് കഷ്ടമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഇന്ന് എന്നെ ഒരു കേരള റാങ്ക് 2300 ഉള്ള ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് MBBS കിട്ടാനും സാധ്യതയുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ കുട്ടിയുടെ റാങ്ക് 23,000 24,000 അടുത്തേക്കാണ് റാങ്ക്. കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് 4th അലോട്ട്മെന്റിലേ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ വെറ്റിനറി ഇതില്ലെങ്കിൽ വെറ്റിനറി എടുക്കാൻ ആ കുട്ടി വില്ലിങ്ങാ. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരോടും ഡിസിഷൻ എടുക്കാനാ പറയാം. ഇപ്പോൾ ഓൾ ഇന്ത്യ MBBS ബോർഡർ ലൈനാണ്, കിട്ടാൻ സാധ്യതയില്ല. ഇനി ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യാനൊന്നും മനസ്സില്ല. വെറ്റിനറി എടുക്കുന്നതിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ സേ നമ്മളിപ്പോൾ വെറ്റിനറി അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ക്യാൻസൽ ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റും. അതായത് വെറ്റിനറി സീറ്റ് കിട്ടി, കുറെ കഴിയുമ്പോൾ MBBSന് സീറ്റ് കിട്ടി. അപ്പോൾ വെറ്റിനറി ക്യാൻസൽ ചെയ്തിട്ട് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഊരാക്കുടുക്കുകളും പ്രശ്നങ്ങളും സാധനങ്ങളും സംഗതികളൊക്കെ വരാനുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. നമ്മൾ സീറ്റ് റിസൈൻ ചെയ്തിട്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം സീറ്റ് റിസൈൻ ചെയ്യുമ്പോൾ ഒരു ഗവൺമെന്റ് കോളേജിൽ ആ സീറ്റ് വേക്കന്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യം ആവില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് രണ്ട് സെപ്പറേറ്റ് അലോട്ട്മെന്റുകളായതുകൊണ്ട് ഇവർ റിസൈൻ ചെയ്ത് ജോയിൻ ചെയ്യുക അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും തരാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ള കാര്യം പറയട്ടെ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിനകത്ത് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യം. ഇപ്പോൾ ചില കുട്ടികൾക്ക് മാത്രമാണ്, വളരെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുറച്ച് ആളുകളാണ് MBBS വേഴ്സസ് ഈ അലൈഡ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാവുക. ആ കുട്ടികളുടെ അടുത്ത് അടക്കം നമ്മൾ പറയും ഇപ്പോൾ MBBS തന്നെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ MBBSന്റെ 4th അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷനിലേക്ക് വേണം ആ കുട്ടികൾ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി MBBS ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഓപ്ഷൻ വേണ്ടത് എന്നുള്ള കാര്യം തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ഏറ്റവും പ്രധാനമായിട്ടും ഈ അലോട്ട്മെന്റിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-ാം തീയതി വൈകുന്നേരം നമ്മൾ സൂചിപ്പിച്ചു. 9-ാം തീയതി വൈകുന്നേരം വരെയാണ്. 11-ാം തീയതിയാണ് ആദ്യഘട്ട അലോട്ട്മെന്റ് വരിക. ആൻഡ് 18-ാം തീയതി ഓണം കഴിഞ്ഞിട്ടുള്ള ബുധനാഴ്ചയാണ്. ഇപ്പോൾ നമുക്കറിയാം 15, 16, 17 ഒക്കെ ഓണമാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പോയിട്ട് ജോയിൻ ചെയ്യണം. മുഴുവൻ ഫീസും അടച്ചിട്ട് ജോയിൻ ചെയ്യണം. ഫീസ് അടച്ച് ജോയിൻ ചെയ്യാത്ത ആൾക്കാരെ ഫർദർ അലോട്ട്മെന്റുകളിലേക്ക് പങ്കെടുപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വിശദമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ വിഭാഗത്തിനുള്ള സംവരണങ്ങൾ എത്ര, ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ഫീസ് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. BAMSന് 13,000 രൂപയാണ്. BHMSന് വരുന്നത് 1,200 രൂപയാണ് വരുന്നുണ്ടാവുക ഗവൺമെന്റ് കോളേജുകളിൽ. അതുപോലെ തന്നെ ഓരോ ഇതിനകത്തും നമുക്കറിയാം തുച്ഛമായിട്ടുള്ള ഫീസുകളാണ്. 22,000, 15,000 അങ്ങനെ ചെറിയ ചെറിയ ഫീസുകളിലാണ് അതിനകത്ത് വരുന്നുണ്ടാവുക. ഓപ്ഷൻ രജിസ്ട്രേഷന് 5,000 രൂപ ആണ് വേണ്ടി വരുന്നുണ്ടാവുക. മൊത്തമായിട്ടും സാധനങ്ങൾ അടയ്ക്കേണ്ടി വരിക. അതിനുള്ളിൽ 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് നമ്മളായിട്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ടാവും. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കോളേജുകളുടെ പേരുകൾ, ഏതൊക്കെ കോളേജുകൾ ഓരോ വിഭാഗത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് എന്നുള്ളത് പറയണത്. ഇത് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. ഈ ഒരു സാധനം അലോട്ട്മെന്റ് ലഭിച്ചിട്ട് നിശ്ചിത തീയതിക്കുള്ളിൽ, അതായത് 18-ാം തീയതിക്കുള്ളിൽ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് റദ്ദാക്കുകയും വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട സ്ട്രീമിലെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് അലോട്ട്മെന്റ് കിട്ടിയാൽ പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ മാത്രം നമ്മൾ ഓപ്ഷൻ വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാധനമാണ്. അതാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള ഒരു കാര്യം. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഓൾ ഇന്ത്യ മെഡിക്കൽ അലോട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ UG മെഡിക്കലിന്റെ MCCയുടെ സൈറ്റിൽ വിർച്വൽ സ്റ്റേ വേക്കൻസിന്റെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സീറ്റ് മെട്രിക്സ് ആണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും 30-ാം തീയതി വരെയായിരുന്നു അവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് തന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരു വേക്കൻസി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വേക്കൻസി ഇവർ അതർവൈസ് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സെക്കൻഡ് അലോട്ട്മെന്റിന് 4-ാം തീയതി വൈകുന്നേരം 5-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും വെരിഫിക്കേഷൻ കഴിയും, സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞ സാധനമാണ് 7-ാം തീയതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നാളെ തന്നെ ആയിട്ട് തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. കാരണം 4-ാം തീയതി വരും എന്ന് അറിയിച്ചു തരുന്ന കാര്യമാണ് ഇന്ന് വന്നിട്ടുള്ളത്. 3 ദിവസം, കാരണം 2 ദിവസം നമ്മൾ ജോയിനിങ്ങിന് എക്സ്ട്രാ ഡേറ്റ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം വന്നത്. അപ്പോൾ നാളത്തേക്ക് തുടങ്ങും എന്ന് വിചാരിക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ സീറ്റ് മെട്രിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിർച്വൽ വേക്കൻസി റൗണ്ട് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇനിയുള്ള ഓരോ കാറ്റഗറികളിലും എത്രത്തോളം സീറ്റുകൾ ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോരോ സ്ഥലങ്ങളിൽ എത്ര ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഫസ്റ്റത്തെ സാധനം ഇങ്ങനെ എയിംസിൽ അടക്കം എത്ര സീറ്റുകൾ ബാക്കിയുണ്ടെന്നുള്ള അറിയാൻ വേണ്ടി പറ്റും. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും 2 സീറ്റും 3 സീറ്റും 4 സീറ്റും 5 സീറ്റും 6 സീറ്റും വെച്ചാണ് ബാക്കിയുള്ളത്. ഇത് കണ്ടിട്ട് ആരും ബേജാറാവുകയോ ടെൻഷൻ ആവുകയൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം പറയട്ടെ. ഇന്നിപ്പോൾ 12,000, 14,000 ഒക്കെ റാങ്കുള്ള കുട്ടികൾ വിളിച്ചിട്ട് സാറേ സീറ്റിന്റെ എണ്ണം വളരെ കുറവാണെന്ന് തോന്നുന്നു, എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ
കോൺട്രിബ്യൂഷനൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. യാതൊരു വിധത്തിലുള്ള പേടികളിലേക്കോ സാധനങ്ങളിലേക്കോ പോകണ്ട. ഞാൻ പറയുകയാണെങ്കിൽ അപ് ടു ഒരു 18,000 20,000 വരെയുള്ള ആളുകൾക്ക് ഷുവർ ഷോട്ട് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള ആൾക്കാർ ബോർഡർ ലൈനിലാണ്. അതനുസരിച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ വെക്കാൻ സമയമാകുമ്പോൾ പരത്തി വെക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേരള റാങ്ക് ഒരു 1800 വരെ വരുന്ന ആളുകൾക്ക് ഷുവർ ഷോട്ട് ആയിട്ടും സീറ്റ് ഉണ്ട്. 100% സീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മിക്കവാറും സൗത്ത് ഇന്ത്യയിൽ തന്നെ, തമിഴ്നാട്ടിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളിൽ തന്നെ കിട്ടാനുള്ള പോസിബിലിറ്റിയാണുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കുട്ടികൾ സൗത്ത് ഇന്ത്യ മൊത്തവും, അതിനപ്പുറത്തേക്കുള്ള കുട്ടികൾ അതിനപ്പുറത്തേക്ക് വെക്കണം. നമ്മളൊരു 22,500 അല്ലെങ്കിൽ 22,000 അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ മുഴുവനായിട്ടും ഫുൾ ഇന്ത്യയിൽ നമ്മൾ ഓപ്ഷൻ വെക്കണം എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം നമ്മുടെ പ്രിഫറൻസോട് നമുക്ക് അതിന് മുന്നേ സീറ്റ് കിട്ടുകയാണെങ്കിൽ അതെന്തായാലും കിട്ടും. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യ വെച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ആരും നോർത്ത് ഇന്ത്യയിലേക്ക് പുഷ് ചെയ്യൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. സോ അത്തരത്തിലേക്ക് നമ്മൾ ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. സോ ഇത്രയാണ് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പുകൾ. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരളയുടെ അടുത്ത അലോട്ട്മെന്റ് എപ്പോഴാണ് വരിക എന്നുള്ളൊരു കാര്യം. കേരളയുടെ അടുത്ത അലോട്ട്മെന്റ് എപ്പോഴാണ് വരിക എന്നുള്ളൊരു കാര്യം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ എന്താ പറയാ ഒരു അലോട്ട്മെന്റിന്റെ ഒരു സാധനം MCC തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് 11th സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സെപ്റ്റംബർ 11 സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം MCC പറഞ്ഞിട്ടുണ്ട്. കേരള സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ മേ ബി ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെങ്കിലും ഇതാണ് തുടങ്ങുക. 11th സെപ്റ്റംബർ മുതൽ 20th സെപ്റ്റംബർ വരെയാണ് അതിനുള്ള ഡേറ്റുകൾ ഉണ്ടാവുക. നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് 26-ാം തീയതി വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കേരള MBBSന് നെക്സ്റ്റ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റുകളാണ് ഇത് എന്നുള്ള കാര്യമാണ്. സോ മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മൾ ഇതുപോലെ വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. അതുപോലെ നീറ്റ് പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഈ ചാനൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ എന്നാണ്. ഞാൻ ഡോപ്പയിലെ ഡയറക്ടറാണ്. ആൻഡ് നമ്മൾ അടിപൊളിയായിട്ട് നല്ല ഒരുപാട് റിപ്പീറ്റേഴ്സ് കുട്ടികൾ കിടിലനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ. സീറ്റുകളെല്ലാം ഫിൽഡാണ്. നമുക്ക് ഒറ്റ ബാച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം റിപ്പീറ്റേഴ്സിനുള്ള ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ചാണ്. താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മറ്റ് സംശയങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഓരോന്നായിട്ടിരുന്ന് മറുപടികളായിട്ട് തരുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത അപ്ഡേറ്റുമായിട്ട് നമ്മൾ ഉടനടി വരുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കാം. നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. സി യു.